മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ന്യൂയോർക്കിന്റെ പുതിയ മേയർ സൊഹ്റാൻ മംദാനിക്ക് നമ്മുടെ കേരളത്തിൽ വലിയ ആരാധകരാ. ഈ മംദാനി മത്സരിക്കാൻ രംഗത്ത് വന്നത് മുതൽ വളരെ വലിയ രീതിയിൽ നമ്മുടെ കേരളത്തില് ഈ മംദാനിക്ക് ആരാധകരുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കട സംഘടനയുടെ ഏതെങ്കിലും ഒരു തുക്കട നേതാവ് നമ്മുടെ രാജ്യത്തിനെതിരെ രംഗത്ത് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായാൽ ആ തുക്കട നേതാവിന് നമ്മുടെ കേരളത്തില് വളരെ വലിയ രീതിയിൽ ആരാധകരുണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോ പുതിയ മേയറായിട്ടുള്ള സൊഹ്റാൻ മംദാനിയെ നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളും നോക്കിക്കാണുന്നത്. അതിൻ്റെതായ രീതിയിലുള്ള നീക്കങ്ങള് ഈ സൊഹ്റാൻ മംദാനി മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ തീഹാർ ജയിലിനുള്ളിൽ ഡൽഹി കലാപ കേസില് UAPA ചുമത്തിയിട്ട് ജയിലിൽ തള്ളിയിട്ടുള്ള, തീഹാറിൽ നമ്മുടെ രാജ്യം തള്ളിയിട്ടുള്ള ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ഈ സൊഹ്റാൻ മംദാനി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കത്തൊക്കെ അയച്ചിട്ടുണ്ട്. ആ കത്തിലുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രിയപ്പെട്ട ഉമർ, കയ്പേറിയ വികാരങ്ങൾ ഒരാളെ കീഴ്പ്പെടുത്താതിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള താങ്കളുടെ വാക്കുകളെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. താങ്കളുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടിയതിൽ വലിയ സന്തോഷം. ഞങ്ങളെല്ലാവരും താങ്കളെ കുറിച്ച് ഓർക്കുന്നു. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ജിഹാദി കണക്ഷൻ ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളല്ല ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൊഹ്റാൻ മംദാനി ഏതെങ്കിലും ഒരു സാധാരണ മുസ്ലിം ആയതുകൊണ്ടാണ് ഈ സൊഹ്റാൻ മംദാനിയെ പിന്തുണയ്ക്കുന്നത് എന്ന് ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ജിഹാദി അജണ്ടകൾക്ക് വേണ്ടി രംഗത്തെത്തിയിട്ട് ജയ് വിളിക്കുന്ന ഒരുത്തനായതുകൊണ്ടാണ് ഇതുപോലെ ആളുകൾ പിന്തുണയ്ക്കുന്നത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ മുസ്ലിം പേരുകളും അതുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ എടുത്തുമൊക്കെ ആഘോഷിക്കുന്നൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിനെതിരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അമേരിക്കയിൽ അതായത് ന്യൂയോർക്കിലെ ഒരു മേയർ എന്ത് ഉണ്ടക്കാണ്, എന്ത് മാങ്ങാത്തൊലിക്കാണ് നമ്മുടെ രാജ്യത്തെ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു കൊടും ക്രിമിനലിന് വേണ്ടിയിട്ട് വാദിച്ച് രംഗത്തെത്തുന്നത്. UAPA ചുമത്തിയിട്ട് കലാപ കേസില് തീഹാറിൽ തള്ളിയിട്ടുള്ള ഒരു ഉത്തരവ് വേണ്ടിയിട്ട് എന്തിനാണ് സൊഹ്റാൻ മംദാനിയൊക്കെ ഈ രംഗത്തെത്തുന്നത്? ഈ സൊഹ്റാൻ മംദാനിക്ക് വേണ്ടി വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്തകൾക്ക് മംദാനിക്ക് വേണ്ടി വലിയ കയ്യടിയാ. ഇത്തരം ആളുകൾക്ക് എന്തിനാണ് ഈ രാജ്യത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്? വല്ല മംദാനിയുടെ നാട്ടിലേക്ക് പോയാൽ പോരെ, എന്തിനാ ഇവിടെ പിടിച്ചിങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്? ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ, എത്രത്തോളമാണ് ഈ നെറികെട്ട മംദാനിക്കൊക്കെ വേണ്ടി ആളുകൾ ഉള്ളത് എന്നും ഈ മംദാനി പറയുന്നത് കേട്ട് ഇവിടെ കിടന്ന് തുള്ളുന്നത് എന്നുള്ളതും ഞാൻ കുറച്ച് കമന്റുകളൊന്ന് മുന്നോട്ട് വെക്കും. ഉദാഹരണത്തിന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ കമന്റാണ്, ആദ്യം ജയിലിൽ അടയ്ക്കേണ്ടത് മോദിയെയാണ്. ഏത് മംദാനി എന്തോ ഒരു കത്തയച്ചു എന്നതിന്റെ വാർത്ത വന്നതിൽ മോദിയെ ജയിലിൽ അടയ്ക്കണമെന്ന്. ഇവരാണ് ജനാധിപത്യം മതേതരത്വമൊക്കെ പൊക്കി പിടിക്കുന്ന നെറികെട്ട ആളുകൾ. അടുത്ത കമന്റാണ്, ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. UAPA ഒരു സ്റ്റേറ്റ് തീരുമാനിച്ചാൽ ആർക്കെതിരെയും എടുക്കാം. മോദിയുടെ ഏകപക്ഷീയമായ ഇതുപോലത്തെ തീരുമാനങ്ങൾ രാജ്യത്തെ ലോകത്തിന്റെ മുന്നിൽ അവികസിത ഏകാധിപത്യ രാജ്യമായി ലോകം കണക്കാക്കുന്നു. ഇന്ത്യ ജനാധിപത്യ രീതി കൈവിട്ടാൽ ലോകം നമ്മെ കൈവിടും. അനേകം തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. ലോകം അംഗീകരിച്ച മംദാനിയുടെ വാക്കുകൾ നമ്മൾ തള്ളിക്കളയേണ്ട, എതിർക്കാൻ വേണ്ടി മാത്രം നിൽക്കേണ്ട. നിയമവും നീതിയും ജനാധിപത്യ മര്യാദയും മാന്യതയും എവിടെയും ഏതു പ്രതിസന്ധിയിലും സ്റ്റേറ്റ് കൈവിടാതിരിക്കുക, അതാണ് സ്ഥായിയായത്. തലമുറകൾ മാറി മറിഞ്ഞാലോ അല്ല, ഏത് സ്റ്റേറ്റ് വിചാരിച്ചാലും UAPA ചുമത്താം എന്ന് പറഞ്ഞിട്ട് എന്റെയോ നിങ്ങൾക്കെതിരെയോ തോന്നിയതുപോലെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ച് ഇതുപോലെ കമന്റ് ഇടുന്ന തനിക്കെതിരെയോ ഈ വ്യക്തിക്കെതിരെയോ ഒരു UAPA വന്നിട്ടില്ല. കലാപമുണ്ടാക്കാൻ
കലാപ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഉമർ ഖാലിദിനെ എടുത്ത് തീഹാറിൽ തള്ളിയത്. ഇവരൊക്കെ വേണ്ടി വാദിക്കുന്ന ഓരോ ആളുകളും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. എന്റെ പേരിലൊന്നും ഈ കേസ് വന്നിട്ടില്ലല്ലോ, ആ കേസ് വന്നത് ഉമർ ഖാലിദിന് നേരെയല്ലേ, ആ ഉമർ ഖാലിദിനെ വെറുതെ പിടിച്ച് തള്ളുമോ? കൃത്യമായിട്ട് കലാപ കേസില് പ്രതിയായത് കൊണ്ട് തന്നെയല്ലേ എന്ന് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ചിന്തിക്കാത്തത്? അതിന് കാരണമുണ്ട്. തന്റെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്ത് നെറികേട് ചെയ്താലും ന്യായീകരിക്കുക, വാദിക്കുക എന്ന് പറയുന്ന കുറെ ജിഹാദികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരക്കാരാ നമ്മുടെ നാടിന് അപകടം. ഒരു മംദാനി മുതൽ ഉമർ ഖാലിദ് വരെ ഒരേ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഈ മംദാനിക്കൊക്കെ എന്തിന്റെ കട നമ്മുടെ രാജ്യത്തെ ഒരു വിഷയത്തിൽ ഇടപെടാൻ, അതും മതം നോക്കി തന്നെയല്ലേ മംദാനി ഈ ഇടപെട്ടിട്ടുള്ളത്? അടുത്ത നോക്കാം. ഇന്ത്യയിൽ സംഘികൾ നടത്തുന്ന ഇത്തരം തന്തയില്ലായ്മകൾ ലോക നേതാക്കൾ ഇടപെട്ട് പുറത്തു കൊണ്ടുവരട്ടെ. BJP RSS നേതാക്കന്മാര് ഒരു രാജ്യത്തും കയറ്റാത്ത രീതിയിൽ അവരുടെ വിസയും റദ്ദാക്കട്ടെ. രാജ്യം ഭരിക്കുന്നവരുടെ വിസ ഫുള്ള് റദ്ദാക്കട്ടെ. എന്തൊക്കെയാ ഈ ജിഹാദികൾ വിളിച്ചു പറയുന്നത്? ഈ ലോക നേതാക്കൾ എന്തൊക്കെയാ ഈ പറയുന്ന? അരീം അംദാനി എന്ത് ലോക ഒരു മേയറാ? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതത്തിലെ ഭരണാധികാരികളോട് ഈ ജിഹാദിയൊക്കെ തുല്യമായിട്ട് കാണുന്ന ഈ പറയുന്നില്ല മംദാനിയൊക്കെയാണോ? എത്ര വിവരക്കേടാണ് ഈ മൊണ്ണകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥകളെയൊക്കെ വെല്ലുവിളിച്ച് മറ്റൊരു രാജ്യത്തെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് എങ്ങനെ ഇവർക്ക് നമ്മുടെ ഭരണാധികാരികൾക്കെതിരെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളാൻ സാധിക്കുന്നത്? എന്നിട്ട് വിസ റദ്ദാക്കണം. ഈ ജിഹാദികളുടെ ഒരു മനസ്സിലിരിപ്പ് നിങ്ങൾ കണ്ടോ? ഒരു BJP-കാരനെയും അംഗീകരിക്കാത്ത, അതാണ് ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. ഒരു BJP-കാരനെയും അടുപ്പിക്കുക, അവരുടെ വിസ റദ്ദ്, എന്തൊക്കെയാണ് ഇവന്മാരിങ്ങനെ നിരന്തരം വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്? ഈ ജിഹാദികൾ കാരണമാണ് സമാധാനത്തില് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ജിഹാദികൾ കാരണോ? ഈ ജിഹാദികൾ ഇങ്ങനെ ലോകത്തെവിടെ ജിഹാദികൾ എന്ത് അജണ്ട ഉണ്ടോ അത് നമ്മുടെ കേരളത്തിൽ പൊക്കിപ്പിടി. എന്തിനാണ് ഈ ഉമർ ഖാലിദിനൊക്കെ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത്? ഈ സൊഹ്റാൻ മംദാനിക്ക് വേണ്ടി കൈയടിക്കുന്നത് നിങ്ങളുടെ മതമായതുകൊണ്ടാണോ? മതത്തിന്റെ പേരിൽ എന്ത് നെറികേട് ചെയ്താലും ഈ ജിഹാദികൾക്ക് മാത്രമേ പിന്തുണയ്ക്കാൻ സാധിക്കൂ. ഒരു കാര്യം അങ്ങ് തീർത്ത് പറയാം, ഒരു സൊഹ്റാൻ മംദാനിക്കും നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് കൂടിയിട്ടില്ല ഭാരതത്തിനെതിരെ ഒരു ചെറുവിരൽ ഒന്ന് നീക്കാൻ. വലിയ വ്യാപാര യുദ്ധമൊക്കെ ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിനെതിരെ നീക്കം നടത്താൻ നോക്കിയിട്ടുണ്ട്, എന്നിട്ട് നടന്നിട്ടില്ല. അതിനെയും മറികടന്ന് മുന്നോട്ട് പോകുമ്പോ ഒരു കലാപ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു തീവ്രവാദിക്ക് വേണ്ടി ഏതോ ഒരു മംദാനി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കുറെ ആളുകൾ ആഘോഷിക്കുന്നത്. ആഘോഷമൊക്കെ കൊള്ളാം, ആ ആഘോഷമൊക്കെ നിങ്ങൾ ഇവിടെ അടക്കിപ്പിടിച്ച് ഉള്ളിൽ എവിടെയെങ്കിലും നടത്തിയാൽ മതി. നിങ്ങളെയും രാജ്യത്തിനെതിരെ ഉമർ ഖാലിദ് എന്നല്ല, ഇത്തരം സൊഹ്റാൻ മംദാനിക്ക് കൈയടിക്കുന്നവരെയും അധികം വൈകാതെ തീഹാറിലേക്ക് തന്നെ തള്ളണം എന്നുള്ളതാണ് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്.